ദൈവപ്രവൃത്തി 27 അധ്യായം വായിക്കുമ്പോൾ അപ്പോസ്തല നടപടികൾ പുസ്തകം 27 അധികാരത്തെ വാസിക്കുമ്പോൾ ഏകദേശം 274 പേർ അടങ്ങുന്ന ഒരു കപ്പൽ യാത്ര ചെയ്യുകയാണ്. 274 പേർ അടങ്ങக்கூடிய കപ്പലിലെ ജനങ്ങൾ പ്രയാണപ്പെട്ടുകൊണ്ടിരുന്ന അതിനകത്ത് മുഴുവൻ തടവുകാരായിരുന്നു. അതിൽ മുഴുവതും സ്വതന്ത്രം സിറൈപ്പെട്ടവர்களாயிருந்தார்கள். അതിൽ കൂട്ടത്തിൽ തടവുകാരനായി அந்த கூட்டத்தில் ஒரு சிறை கைதியாக പൗലോസ് യാത്ര ചെയ്യുകയാണ്. പൗലും അവர்களோடு கூட சேர்ந்து பிரயாணப்படுகிறார். അനേകം പേര് തെറ്റ് ചെയ്തിട്ട് ജയിലിലായപ്പെട്ടവരാണ്. അനേകർ തവறை ചെയ്ത് സിறைச்சாலை கைதியாய் മാറി ഇരിക്കുന്നു. എന്നാൽ ഒരു തെറ്റും ചെയ്യാതെ ഒരുത്തൻ തടവിലാക്കപ്പെട്ടു. ஆனால் ഒരു തവറുമേ ചെയ്യാமல் கைதியாய் ഒരു നബർ മാറ്റപ്പെട്ടു. ഒരു തെറ്റും ചെയ്യാതെ ബന്ധനത്തിനകത്താക്കപ്പെട്ടു. ഒരു തവറും ചെയ്യാமல் കട്ടുക്കുള്ളായി അകപ്പെട്ടു വിട്ടാർ. ഇന്ന് പകല് இந்த பகலில் നീയും ഒരു തെറ്റ് ചെയ്യാതെയാണോ ബന്ധിക്കപ്പെട്ടത്? നിങ്ങളും ഒരു തവറുമേ ചെയ്യാமல் தான் நீங்கள் കട്ടപ്പെട്ടു വിട്ട് ഇരിக்கிறீர்களா? ഹല്ലേലൂയ ഹല്ലേലൂയ. വളരെ നിരാശയോടെ പൗലോസ് ഇരിക്കുമ്പോൾ മിகவும் കവലയോട് പൗൽ ഇരിക്കുമ്പോൾ ദൂതൻ പൗലോസിന്റെ അടുക്കൽ ഇറങ്ങി വന്നു. ദൂതൻ പൗലിൻ അരികെ ഇറങ്ങി വന്നാർ. എന്നിട്ട് പറഞ്ഞു, അവർ വന്ന് சொன்னார், ഇത് അപകടമല്ല, ഇത് ആപത്തു അല്ല, ഇത് നിന്റെ അവസരമാണ്, ഇത് ഉനക്കുரிய വായ്പ് എന്ന്. കരങ്ങളെ അടിച്ചു പറഞ്ഞാട്ടെ. കരങ്ങളെ തട്ടി சொல்லுவோம். കഴിഞ്ഞ നാളുകളിൽ ബന്ധനം നിനക്കെതിരെ വന്നത്, ആമേൻ, கடந்த நாட்களில் கட்டுகள் உங்களுக்கு விரோதமாய் வந்தது, നീ തകർന്നു പോകാൻ വേണ്ടിയിട്ടല്ല, நீங்கள் உடைக்கப்பட அல்ல, നശിച്ചു പോകാൻ വേണ്ടിയിട്ടല്ല, അഴിക്കപ്പെட அல்ல, അത് നിന്റെ അവസരമാണ്, அது உங்களுக்குரிய வாய்ப்பு. ദൂതൻ പൗലോസിനോട് പറഞ്ഞു. ദൂതൻ പൗலை பார்த்து சொன்னார், ഈ കപ്പലിന് വിരോധമായി இந்த കപ്പലുக்கு വിരോധമായി ചില കാറ്റുകൾ അടിക്കും, ചില കാറ്റുകൾ അടിക്കും. കുറെ കാറ്റ് അടിച്ചതിന് ശേഷം, അനേക കാറ്റുകൾ വീശിന പിൻപ്, വടതിക്കാറ്റും തെന്നിക്കാറ്റും ഒക്കെ അടിച്ചു പോയതിനു ശേഷം, അங்கே ആമേ കൊടിയ കാറ്റും ബലത്ത കാറ്റും വീശിന പിൻപ് ഒരു ഈശാന മൂലം കാറ്റടിക്കും. ഒരു ഈശാന മൂല കാറ്റടിക്കുന്നത്, കപ്പൽ തകരും, ആമേ, കപ്പൽ ഉടയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ നീ കാരണം, ஆனால் உன்மூலமாய் ഇതിനകത്ത് ഒരു വ്യക്തിയുടെ ജീവൻ പോലും അപകടപ്പെടത്തില്ല. இந்த ஆமென் கப்பலில் இருக்கிற ஒரு நபருடைய உயிருக்கும் சேதம் வராது. തലയിൽ കൈവച്ചിട്ട് പറഞ്ഞേ, தலைமையில கை வச்சு சொல்லுங்க, 2025 ഞാൻ കാരണം, என் நிமித்தம், ഞാൻ കാരണം, என் நிமித்தம், ഞാൻ സഞ്ചരിക്കുന്ന நான் போகிற ബസിന്റെ അപകടം മാറിപ്പോകും. ஆமென், பஸ்ஸின் ஆபத்து விலகி போகும். ഞാൻ സഞ്ചരിക്കുന്ന, நான் பிரயாணப்பட்டு போகிற ട്രെയിനിൻ അപകടത്തിൽ നിന്ന് മാറിപ്പോകും. ஆமென், ட்ரெயினின் ஆபத்து விலகி போகும். ഞാൻ സഞ്ചരിക്കുന്ന, நான் பிரயாணப்படுகிற ഫ്ലൈറ്റ് അപകടത്തിൽ നിന്ന് രക്ഷപ്പെടും. விமானத்தில் ஆபத்திலிருந்து நான் ஆமென் தப்பித்துக் கொள்வோம். ഞാൻ സഞ്ചരിക്കുന്ന, நான் பிரயாணப்படுகிற കാർ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടും. ആപത്തിലിருந்து തപ്പിத்துக் കൊള്ളും. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ഹല്ലേലൂയ. പൗലോസ് നിമിത്തം, പൗലിൻ നിമിത്തമായി കപ്പലിനകത്തുള്ള എല്ലാവരും രക്ഷപ്പെട്ടു. കപ്പലുക്കുൾ ഇരുന്ന എല്ലാവരും തപ്പിத்துக் കൊണ്ടാர்கள். ഈശാന മൂലം കാറ്റടിച്ചപ്പോൾ, இந்த ஆமென் பலத்த காற்று வீசின போது കപ്പൽ തകർന്നു, കപ്പൽ ഉടയ്ക്കപ്പെട്ടത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും പറഞ്ഞേ, എല്ലാവരും சொல்லுங்க, അക്കരെ എത്താൻ വേണ്ടിയിട്ട് അക്കരയ്ക്ക് செல்லும்படி നിനക്ക് ഫ്ലൈറ്റ് വേണ്ട, உங்களுக்கு ഫ്ലൈറ്റ് വേണ്ട, BMW വേണ്ട, BMW കാർ വേണ്ട, ബെൻസ് വേണ്ട, ബെൻസ് കാർ വേണ്ട, കപ്പൽ വേണ്ട, ആമേൻ, കപ്പൽ വേണ്ട, ബോട്ട് വേണ്ട, ബോട്ട് വേണ്ട, പടക് വേണ്ട, പടക് വേണ്ട, ഒരു പലവ കഷ്ണം മതി, ഒരു പലകை തുണ്ട് പോതും. കരങ്ങളെ അടിച്ചു പറഞ്ഞാട്ടെ, കരങ്ങളെ തട്ടി சொல்லுங்க, ഒരു പലവ കഷ്ണം മതി, ഒരു ആമേൻ പലകை തുണ്ട് പോതും. ദൈവത്തിന് അത്ഭുതം ചെയ്യാൻ വേണ്ടിയിട്ട്. தேவனால் அற்புதத்தை செய்ய முடியும். നിന്റെ കയ്യിലിരിക്കുന്നത് ചെറുതാണെങ്കിലും, உங்கள் கையிலே இருக்கிற அந்த பொருள் சிறிது என்றாலும், വിശ്വാസത്താൽ കയറി പിടിക്കണം. விசுவாசத்தால் அதை நீங்கள் பிடித்துக் கொள்ள வேண்டும். അതിലൂടെ ഒരു ദൈവ പ്രവൃത്തി വെളിപ്പെടാൻ പോവാ. അതിൻ മൂലமாக ഒരു தேவ கிரியை வெளிப்பட போகிறது. വചന വെളിപ്പാട് മനസ്സിലായവർ കരമടിച്ച് வசனத்தின் வெளிப்பாட்டை புரிந்து கொண்டவங்க கைகளை தட்டி கர்த்தரை துதிங்க. നിനക്ക് പിടിവള്ളിയായി കിട്ടിയത്, ஆமென், உங்களுக்கு கிடைத்தது അമ്മ ചെറിയൊരു പലവ കഷ്ണമായിരിക്കാം. ஒருவேளை அது ஒரு சின்ன பலகை துண்டா இருக்கலாம். അതായിരിക്കാം നിന്നെ അക്കരെ കൊണ്ടെത്തിക്കുന്നത്. அதுவா கூட இருக்கலாம் உங்களை அக்கறைக்கு கொண்டு போகிறது. പൗലോസിന് ഒരു പലവ കഷ്ണം കിട്ടി. പൗലുக்கு ഒരു പലകை തുണ്ട് கிடைத்தது. അവൻ അതിൽ പിടിച്ചു. அதை അവൻ പിടിத்துக் கொண்டான். അവൻ മെലീത്ത എന്ന ദ്വീപിൽ പോയി. അവൻ മെലിത്ത എന്ന ദ്വീപുക്ക് കரை சேர்ந்தான். 28 അധ്യായം മുതൽ വായിക്കുമ്പോൾ, 28வது அதிகாரம் முதலாയി നിങ്ങൾ വാസിத்து பார்த்தாൽ, മെലീത്ത ദ്വീപില് മെലിത്ത ദ്വീപിലെ പെന്തക്കോസ്തുകാരെ അല്ല കാണാൻ പറ്റുന്നത്, பெந்தகோஸ்துகாரரை அங்க காண முடியல. പെന്തക്കോസ്തുകാരെ കൊല്ലുന്നവരെയാ കാണാൻ പറ്റുന്നത്. பெந்தகோஸ்துகாரர்களை கொன்று போடுகிறவர்களை அங்க இருந்தார்கள். തെരഞ്ഞു പിടിച്ച് കൊല്ലുന്ന മനുഷ്യരെ നമുക്ക് കാണാൻ കഴിയുന്നത്. தேடி பிடிச்சு கொல்லுகிற மனுஷனை அங்க பார்க்க முடியும். രാക്ഷസന്മാരുടെ ഒരു കൂട്ടം എന്നാ പറയുന്നത്. அங்கே காட்டுமிராண்டிகளில் கூட்டம் இருந்தது. അല്ലെങ്കിൽ മനുഷ്യനെ ജീവനോടെ പിടിച്ച് തിന്നുന്ന മനുഷ്യൻ, மனுஷரை ஜீவனோடு சாப்பிடுகிற நரவாசிகளின் கூட்டம் இருந்தது. ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷെ പൗലോസിനെ കണ്ടപ്പോ, ஆனால் பவுலை பார்த்தபோதோ പൗലോസിനോട് അവർക്കൊരു ദയ ഉണ്ടായി. பவுலோடு அவர்களுக்கு ஒரு இரக்கம் தோன்றினது. അടുത്തിരിക്കുന്ന
അടുത്തിരിക്കുന്നവരെ കൈ കൊടുത്തിട്ട് പറ, பக்கத்துல உள்ளவங்க கையை பிடிச்சு சொல்லுங்க, നിന്നെ കാണുമ്പോൾ உங்களை பார்க்கும்போது നിന്റെ ശത്രുവിന് உங்க சத்துருவுக்கு ഒരു ദയ ഉണ്ടാകും. ஒரு தயவு உண்டாக வேண்டும். ദയ ഉണ്ടാകും. உண்டாகும். ഹല്ലേലൂയ. ஹல்லேலூயா. ജോസഫ് പൊട്ടക്കുഴിക്കകത്ത് കിടന്നപ്പോ யோசேப்பு தண்ணீர் இல்லாத வற்றின கிணத்திலே அவர் விழுந்தபோது ഇട്ട സഹോദരന്മാരിൽ ഒരുത്തന്, அவனை தூக்கி போட்ட சகோதரர்களில் ஒருவனே, ഉപദ്രവിച്ച സഹോദരന്മാരുടെ കൂട്ടത്തിൽ ഒരുത്തന്, அவனை உபத்திரவப்படுத்தின சகோதரர்கள் நடுவில் இருந்த ஒருவன் தான், ഒരുവന് அந்த ஒருவன் தான், அந்த ஒருவனை മനസ്സിലൊരു മാറ്റമുണ്ടായി. அவனுக்குள்ள ஒரு மாற்றம் உண்டானது. ഹല്ലേലൂയ. ஹல்லேலூயா. നിന്നെ കുറിച്ചൊരു ദയ ഉണ്ടാകും. உங்களை குறித்து ஒரு தயவு இரக்கம் உண்டாகும். பவுலுக்கு തീ കായാനുള്ള എല്ലാ ക്രമീകരണങ്ങളും അവർ ചെയ്തു കൊടുത്തു. ஆமென். அங்கே ஆமென் அல்லேலூயா, அக்கினியை போட்டு எரிக்கக்கூடிய எல்லா காரியங்களும் அங்கே செய்தார்கள். விறகுகளை കാരണം ഒരു രാത്രി മുഴുവനും അവൻ സമുദ്രത്തിനകത്ത് കിടന്നിട്ടാ വരുന്നേ. ஆமென். ஒரு இரவு முழுவதும் அவன் கடலிலே கடந்துதான் வருகிறான். ഹല്ലേലൂയ. ஹல்லேலூயா. നല്ല തണുത്ത് വിറച്ച പൗലോസ് വരുന്നേ. ஆமென். நல்ல குளிரிலே ஆமென் நடுநடுங்கி கொண்டுதான் இந்த ஆமென் பவுல் இருக்கிறார். ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് இதிலிருந்து அவன் தப்பித்துக் கொள்ள ആ ജനം കുറെ വിറകെടുത്ത് കത്തിച്ചു. அந்த ஜனங்கள் ஆமென் கொஞ்சம் விறகை கூட்டி அங்கே எரிய வைத்தார்கள். പക്ഷെ അവര് കത്തിച്ച തീക്ക്, ஆனால் அவர்கள் பத்த வைத்த அந்த அக்கினிக்கு പൗലോസിന്റെ തണുപ്പ് മാറ്റാൻ പറ്റിയില്ല. பவுலுடைய குளிரை மாற்ற முடியவில்லை. അതുകൊണ്ട് പൗലോസ് ഒരു വിറകെടുത്ത് அதனால பவுல் ஒரு விறகை எடுத்து തീക്കകത്തിട്ടു. அக்கினிலே போட்டார். പൗലോസ് എടുത്ത വിറകിനകത്ത് பவுல் எடுத்த அந்த விறகிற்குள்ளே ഒരു വൈപ്പർ മറഞ്ഞിരുന്നു. ஒரு விரியன் பாம்பு ஒளிந்திருந்தது. ഹല്ലേലൂയ. ஹல்லேலூயா. അത് പൗലോസിന്റെ കയ്യിൽ കടിച്ചു തൂങ്ങി. அது பவுலுடைய கையை கடித்து கவ்வி தொங்கினது. Praise the Lord. ஹல்லேலூயா. ദൈവ പൈതലേ, தேவ பிள்ளைகளே, 2024 ஃபுல்லு முழுவதும் നീ നടന്നത് நீங்கள் நடந்தது ഈ വൈപ്പറിനെയും കെട്ടി തൂക്കിയിട്ടോണ്ടാ നടന്നത്. ஆமே இந்த ஆமே விரியன் பாம்பையும் கவி கொண்டுதான் நீங்கள் ஆமே கடித்து தொங்க அந்த அனுபவத்தில் தான் நடந்தீர்கள். Praise the Lord. ஹல்லேலூயா. മനസ്സിലായോ? உங்களுக்கு புரிந்ததா? പൗലോസിന്റെ കയ്യിൽ പറ്റിയതുപോലെ ஆமே பவுலின் கையிலே கவி பிடித்திருந்தது போல ചില അപകടങ്ങൾ നിന്റെ കൈക്ക് തൂങ്ങി. சில ஆபத்துக்கள் உங்க கையிலும் கவி தொங்கி நிற்கலாம். ഹല്ലേലൂയ. ஹல்லேலூயா. ഹല്ലേലൂയ. ஹல்லேலூயா. Praise the Lord. ஆமே. പൗലോസ് എന്താ ചെയ്തത്? ஆனால் பவுல் என்ன செய்தார்? ഉടനെ നിലവിളിക്കുകയല്ല ചെയ്തത്. உடனே அவர் கூக்குரல் விட்டு அழவில்லை. അയ്യോ ஐயோ എന്റെ ജീവൻ പോയേ, என் ஜீவனே போனதே, ദൈവമേ, தேவனே, ഇതിനെക്കാട്ടി നല്ലത് இதை விடவும் நல்லது ആ സമുദ്രത്തിൽ മുങ്ങി ചാവുന്നതായിരുന്നു. கடலிலே மூழ்கி செத்திருக்கலாம். എന്തിനാണ് നീ എന്നെ രക്ഷിച്ചത്? எதற்காக என்னை அதிலிருந்து தப்பி ഞാനിപ്പോ ചത്തുപോവല്ലോ. நான் இப்ப செத்து போய் விடுவேனே. അങ്ങനെയൊന്നും ചിന്തിച്ചില്ല. அப்படி ஒன்றும் நினைக்கல. പൗലോസ് എന്ത് ചെയ്യുന്ന അറിയാമോ? பவுல் என்ன தெரியுமா செய்தார்? അതിനെ തീയിൽ കൊടഞ്ഞു കളഞ്ഞു. அதை அக்னியிலே உதறி போட்டு விட்டார். കരങ്ങളെ അടിച്ച്, கரங்களை தட்டி, നിങ്ങൾ ഇന്ന് കരങ്ങളെ അടിച്ച് ആരാധിക്കുമ്പോൾ நீங்கள் இன்று கரங்களை தட்டி ஆராதிக்கும் போது നിന്റെ കയ്യിൽ നീ പോലും അറിയാതെ, உங்க கையிலே உங்களுக்கே தெரியாமல், നിന്റെ ശരീരത്തിൽ നീ പോലും അറിയാതെ, உங்க சரீரத்திலே உங்களுக்கே தெரியாமல் ഇഴഞ്ഞു കയറിയ ஆமை உழைந்து ஏறின പല ശത്രുവിന്റെ പ്ലാനുകളും பல சத்ருவின் திட்டங்களும் തീക്കകത്ത് കത്തിപ്പോകുമ്പോ ஓ அக்னியிலே அது எரியப்படட்டும். നിർത്തർ നല്ലവണ്ണം അടിച്ചാരാജോ. யார் ஆராதனை நிறுத்த வேண்டாம், நல்ல கையை தட்டி ஆராதிப்போம். കരം വീശി അടിച്ച് கரங்களை வேகமாய் தட்டி സകല ശാപങ്ങളും, சகல சாபங்களும், സകല മന്ത്രവാദങ്ങളും, சகல மந்திரவாதங்களும், സകല ആഭിചാരങ്ങളും, சகல பிள்ளி சூனியங்களும், സകല രോഗങ്ങളും, எல்லா வியாதிகளும், എല്ലാ തോൽവികളും எல்லா ஆமை கல்லுகளும் ഈ വിശുദ്ധ ദിവസം இந்த பரிசுத்த நாளிலே കരമടിച്ച് ആരാധിക്കുമ്പോ கரங்களை தட்டி ஆராதிக்கும் போது ആ വൈപ്പർ തീക്കകത്ത് കത്തിപ്പോയതുപോലെ, அந்த உரியன் பாம்பு அக்னியிலே பட்டு எரிந்து போனது போல ഇപ്പോ இப்பொழுதே കത്തിപ്പോകുന്നു. அது எரிகிறது. Receive the fire. அக்னியை பெற்றுக்கொள்ளுங்கள். കതട எரியட்டும், எரியட்டும், எரியட்டும். നിന്റെ ശത്രുവിനെ എരിക്കുന്ന തീ உங்க சத்துருவை எரித்து போடுகிற அக்னி ഇപ്പോ കത്തുന്നു. இப்பொழுதே எரிகிறது. നാളെയല്ല, ஜீசஸ், നാളെയല്ല, நாளை அல்ல, ഇപ്പോൾ കത്തുന്നു. இப்பொழுதே எரியட்டும். നിന്റെ ഭാവിക്ക് വിരോധമായി, உங்கள் எதிர்காலத்துக்கு விரோதமாக, നിന്റെ ഫ്യൂച്ചറിന് വിരോധമായി, ஃபியூச்சருக்கு விரோதமாக, നിന്റെ ഉയർച്ചയ്ക്ക് വിരോധമായി, உயர்வுக்கு விரோதமாக എഴുന്നേറ്റ് നിൽക്കുന്ന எழும்பி நிற்கிற സകല ശത്രുവിന്റെ പ്ലാനുകളെ சகல சத்துருவின் திட்டங்களையும் കത്തിച്ചു കളയുന്ന எரித்து போடுகிற അഭിഷേകം ஒரு அபிஷேகம் പ്രവചനം பெற்றுக்கொள்ளுவோம். ஹalleluya, ஹalleluya. ரகபால ஆமென். கைகளை தட்டி கர்த்தரை துதிப்போம். അന്യഭാഷ പറഞ്ഞ ആരാധിക്കേ. அந்நிய பாஷை சொல்லி ஆராதிப்போம். യെസ് യെസ് യെസ്. ஆமென், ஆமென், ஆமென்.